ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ ആന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 18 മുതൽ 22 വരെ ആഘോഷിക്കും. 20-ന് ചൊവ്വാഴ്ചയാണ് തിരുനാൾ ദിനം. 18-ന് ഞായറാഴ്ച രാവിലെ 6:30-നും വൈകിട്ടും ലതീഞ്ഞ നൊവേന, വിശുദ്ധ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വിട്ടത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7:30-ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം അതിരൂപത വികാരി ജനറൽ ഫാദർ ജേസൺ കൂനംപ്ലാക്കൽ നിർവഹിക്കും. അന്നേ ദിവസം ലക്ഷം പടക്കമുണ്ടാകും. 19-ന് തിങ്കളാഴ്ച രാവിലെ 6:30-ന് ലതീഞ്ഞ നൊവേന, വിശുദ്ധ കുർബാന, അമ്പ്, വള എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 5:30-ന് രൂപം എഴുന്നള്ളിച്ച് വെക്കൽ നടക്കും. രാത്രി 11-ന് അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. 20-ന് തിരുനാൾ ദിനത്തിൽ ചൊവ്വാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാനയുണ്ടാകും. രാവിലെ 10-ന് തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. വൈകിട്ട് 3:30-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. പ്രദക്ഷിണത്തിന് ശേഷം വൈകിട്ട് 7-ന് ആകാശവിസ്മയം നടക്കും. 21-ന് ബുധനാഴ്ച വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാന. വൈകിട്ട് 6-ന് നടക്കുന്ന ഇടവക ദിനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജീവകാരുണ്യ ഫണ്ട് കൈമാറും. തുടർന്ന് വിവിധ യൂണിറ്റുകളുടെ കലാപരിപാടികളും അരങ്ങേറും. 22-ന് വ്യാഴാഴ്ച വൈകിട്ട് 6-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗാനമേള അരങ്ങേറും. തിരുനാൾ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് ചേർപ്പ് പഞ്ചായത്ത്, മഹാത്മാ മൈതാനം, ലൂർദ് മാതാ സ്കൂൾ എന്നിവിടങ്ങളിൽ വാഹന പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതായും ഇടവക വികാരി അറിയിച്ചു. ഇടവക വികാരിക്കൊപ്പം കൈക്കാരന്മാരായ KD ജോമി, മാർട്ടിൻ ഇ ജോസ്, ജനറൽ കൺവീനർ ജോജോ ഇഞ്ചുകൊടിക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ KL ആന്റണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർപ്പിടവകയിലെ 166ാമത്തെ തിരുനാളാഘോഷമാണ് ഈ വർഷത്തേത്. അത് വളരെ കാര്യമായിട്ട് തന്നെ കൊണ്ടാടാനായിട്ട് ഞങ്ങൾ ഉള്ള എല്ലാ ചുറ്റുപാടുകളും ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് 10-ാം തീയതി നമ്മൾ കൊടി കയറ്റി, ഈ തിരുനാളിന് ആഘോഷം ആയിട്ട് നമ്മൾ കൊടി കയറ്റിയിട്ടുണ്ട്. തുടർന്ന് എല്ലാ ദിവസവും നൊവേന കുർബാന വൈകുന്നേരം 6 മണി മുതൽ നടന്നു വരുന്നു. ഇന്നത്തെ കാര്യപരിപാടിയായിട്ടുള്ളത് 18, 19, 20, 21, 22 തീയതികളിൽ വളരെ വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തും. ഞായറാഴ്ച 18-ാം തീയതി വൈകുന്നേരത്തെ 6 മണിക്കുള്ള കുർബാനയിൽ സ്വിച്ച് ഓൺ കർമ്മവും അതുപോലെ തന്നെ മറ്റ് ചെറിയൊരു ഫ്യൂഷൻ മ്യൂസിക്കൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ തുടർന്ന് 20-ാം തീയതിയാണ് തിരുനാൾ ദിനം. അന്ന് കാലത്ത് 6:30-ന് ഒരു കുർബാന ഉണ്ടായിരിക്കും. 10 മണിക്ക് 3 അച്ഛന്മാരുടെ കുർബാന ഉണ്ടാകും. തുടർന്ന് 2 മണിക്ക് ഇടവകയിലെ വൈദിക സംഗമം ഉണ്ടായിരിക്കും, സന്യസ്ത സംഗമം. 3:30-ക്ക് ഒരു കുർബാനയുണ്ട്. അതിനുശേഷം 4 മണിക്ക് പ്രദക്ഷിണം ആഘോഷമായിട്ട് 7 മണിയോടുകൂടെ പള്ളിയിൽ വന്ന് സമാപിക്കും.